ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടോപ്പ് കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സമ്പന്നമായ ആദ്യ 10 സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ്. വിവിധ ഇൻഡിക്കേറ്ററുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഉൾപ്പെടുന്നതാണ് 1. ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, 2. പെർ ക്യാപിറ്റ ഇൻകം, 3. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, 4. പോവർട്ടി ആൻഡ് ഇൻക്വാലിറ്റി മെഷേഴ്സ്, 5. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, 6. എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 10ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുടെ ഹൃദയഭാഗമെന്നറിയപ്പെടുന്ന മധ്യപ്രദേശാണ്. 13.87 ലക്ഷം കോടി രൂപയാണ് മധ്യപ്രദേശിന്റെ GDP. കൃഷി, വ്യവസായം, ഖജ്റാവോ, സാഞ്ചി എന്നീ സ്ഥലങ്ങളിലുള്ള ടൂറിസം എന്നിവയൊക്കെയാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. 9ാം സ്ഥാനത്തുള്ളത് ഏറ്റവും പുതിയ ഇന്ത്യൻ സംസ്ഥാനമായ തെലങ്കാന ആണ്. 14 ലക്ഷം കോടി രൂപയാണ് തെലങ്കാനയുടെ GDP. നെല്ല്, കോട്ടൺ എന്നിവയുടെ കൃഷിയാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്. 8ാം സ്ഥാനത്തുള്ളത് ആന്ധ്രാപ്രദേശാണ്. സേവനം, വ്യവസായം എന്നീ മേഖലകളിൽ പ്രശസ്തമായ ഈ സംസ്ഥാനത്തിന്റെ GDP 14.49 ലക്ഷം കോടി രൂപയാണ്. IT, വ്യവസായം, കൃഷി, തിരുപ്പതി, വിസാഖ് എന്നിവിടങ്ങളിലെ ടൂറിസം തുടങ്ങിയവയൊക്കെയാണ് ആന്ധ്രാപ്രദേശിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. 7ാം സ്ഥാനത്തുള്ളത് 15.7 ലക്ഷം കോടി രൂപ GDP ഉള്ള രാജസ്ഥാനാണ്. ടെക്സ്റ്റൈൽസ്, ടൂറിസം, കൃഷി, മിനറൽസ് എന്നിവയൊക്കെയാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. 6ാം സ്ഥാനത്തുള്ളത് വെസ്റ്റ് ബംഗാളാണ്. 17.19 ലക്ഷം കോടി രൂപയാണ് ഇവിടുത്തെ GDP. കൃഷി, എഞ്ചിനീയറിംഗ്, ടെക്സ്റ്റൈൽസ്, വളർന്നുവരുന്ന സേവന മേഖല എന്നിവയൊക്കെയാണ് വെസ്റ്റ് ബംഗാളിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. കൊൽക്കത്ത പോലുള്ള മേജർ സിറ്റികൾ ഈ സംസ്ഥാനത്തിന്റെ വളർച്ചയിലെ പ്രധാന പങ്കുകളാണ്. 5ാം സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശാണ്. ധാന്യങ്ങളുടെയും കരിമ്പിന്റെയും കൃഷി, സേവന മേഖല എന്നിവയിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ GDP 24.39 ലക്ഷം കോടി രൂപയാണ്. 4ാം സ്ഥാനത്തുള്ളത് കർണാടകയാണ്. 25 ലക്ഷം കോടി രൂപയാണ് ഇവിടത്തെ GDP. ബാംഗ്ലൂരിലെ IT ഇൻഡസ്ട്രിക്ക് പേര് കേട്ടതാണ് ഇവിടം. അതോടൊപ്പം തന്നെ ബയോടെക്നോളജി, എയറോസ്പേസ് സെക്ടർ എന്നിവയിലും ശക്തമായ പങ്കാണ് കർണാടകയ്ക്കുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് ഗുജറാത്താണ്. 25.62 ലക്ഷം കോടി രൂപയാണ് ഇവിടത്തെ GDP. ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, പെട്രോ കെമിക്കൽസ്, അഗ്രികൾച്ചർ എന്നിവയൊക്കെയാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകൾ. 2ാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ്. 28.3 ലക്ഷം കോടി രൂപയാണ് ഇവിടത്തെ GDP. ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ, IT ഇൻഡസ്ട്രി എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വരുമാന സ്രോതസ്. തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗിന്റെ ഒരു പ്രധാന മേഖലയാണ്. 1ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയാണ്. 38.79 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഈ സംസ്ഥാനത്തിന്റെ GDP. ധനകാര്യം, കൃഷി, ഉൽപാദനം തുടങ്ങിയ വ്യവസായങ്ങളാണ് മഹാരാഷ്ട്രയുടെ പ്രധാന വരുമാന സ്രോതസ്. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായ മുംബൈ മഹാരാഷ്ട്രയുടെ വളർച്ചയുടെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ സമ്പന്നമായ ആദ്യ 10 സംസ്ഥാനങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.